1 Samuel 1 and verse 17. 1 ശമൂവേൽ 1:17 കാണുന്ന വചനമാണ് ഈ മാസത്തെ വാഗ്ദത്ത വചനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. These are the words of the high priest Eli to a woman called Hannah. ഹന്ന എന്ന സ്ത്രീയോട് മഹാപുരോഹിതനായ ഏലി പറഞ്ഞ വാക്കുകളാണിത്. Hannah did not have children. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. Her husband loved her so much. അവളുടെ ഭർത്താവ് അവളെ അത്യധികം സ്നേഹിച്ചിരുന്നു. But she did not conceive at all. എന്നാൽ അവൾ ഒരിക്കലും ഗർഭം ധരിച്ചില്ല. Hannah ran alone to the tabernacle of God. ഹന്ന ഏകയായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടിപ്പോയി. And she poured out her heart in the presence of God. ഹന്ന തന്റെ ഹൃദയത്തിലെ വേദനകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പകരും. And she could not bear her sorrow, her humiliation. തന്റെ സങ്കടവും താൻ നേരിടുന്ന അപമാനങ്ങളും ഹന്നയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. It is at that time the high priest says this promise. മഹാപുരോഹിതനായിരുന്ന ഏലി ഹന്നയോട് പറഞ്ഞു. Eli answered to Hannah, ഏലി ഹന്നയോട് പറഞ്ഞു, "Go in peace, Hannah. ഹന്ന സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. Go in peace. ഹന്ന സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. You have poured out your heart to God. നീ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നിരിക്കുന്നു. Go in peace to enjoy the blessings of God." ദൈവത്തിന്റെ അനുഗ്രഹം ആസ്വദിക്കുന്നതിനെ നീ സമാധാനത്തോടെ പോക. You cannot but have the peace of God. ഇപ്പോൾ നിനക്കതിന് കഴിയില്ലെങ്കിലും നീ ദൈവത്തിന്റെ സമാധാനം സ്വന്തമാക്കിക്കൊള്ളുക. You cannot but have the blessings of God. നിനക്ക് ഇപ്പോൾ അതിന് കഴിയില്ലെങ്കിലും നീ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊള്ളുക. Because God is a God who answers prayers. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാകുന്നു. And then he says, അതിനുശേഷം ഏലി ഹന്നയോട് പറയുന്നു, "May the God of Israel grant you what you have asked of him." ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. Yes, Jesus said, "Ask anything in my name and I will അതെ, do യേശു it." ക്രിസ്തു പറഞ്ഞു, എന്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും യാചിപ്പിൻ, ഞാൻ അത് ചെയ്തു തരും. John 14:13 and 14. യോഹന്നാൻ 14:13-14 എന്നീ വാക്യങ്ങളിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വായിക്കാവുന്നതാണ്. And John 16:24 യോഹന്നാൻ says, 16:24 വാക്യം വ്യക്തമായി പറയുന്നു. Jesus says, യേശു ക്രിസ്തു അവിടെ പറയുന്നു, "My children, ask that you may receive, so that your joy may be full." എന്റെ കുഞ്ഞുങ്ങളെ അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. So that you will receive all that you ask the Father. ആയതുകൊണ്ട് നിങ്ങൾ പിതാവിനോട് യാചിക്കുന്ന സകലതും നിങ്ങൾക്ക് ലഭിക്കും. Your heavenly Father will give everything that you have asked. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകും. So believe, my friends, that God has chosen you to be a blessing. ആകയാൽ എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ഒരു അനുഗ്രഹമായി തീരുന്നതിനെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. God gave that heart to Hannah. ദൈവം ഹന്നയ്ക്ക് അതുപോലെയുള്ള ഒരു ഹൃദയം നൽകി. She believed that she was called by God to produce a blessing for the nation. രാജ്യത്തിനു വേണ്ടി ഒരു അനുഗ്രഹം ഉൽപ്പാദിപ്പിക്കുന്നതിനെ വിളിക്കപ്പെട്ടവളാണ് താനെന്ന് ഹന്ന വിശ്വസിച്ചു. That's why she brought forth the prophet Samuel to the nation of Israel, who anointed kings. അതുകൊണ്ടാണ് ഇസ്രായേൽ രാജ്യത്തിനു വേണ്ടി അവൾ ഒരു പ്രവാചകന് ജന്മം നൽകിയത്. ശമൂവേൽ പ്രവാചകൻ, അദ്ദേഹം രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. Yes, Eli said, "Hannah, whatever you have asked of the Lord, he will give it to you." അതെ, ഏലി പുരോഹിതൻ ഹന്നയോട് പറഞ്ഞു, നീ ദൈവത്തോട് കഴിച്ച അപേക്ഷ തീർച്ചയായും ദൈവം നിനക്ക് നൽകും. I believe she asked God for a prophet. തനിക്ക് ഒരു പ്രവാചകനെ നൽകണമെന്നാണ് ഹന്ന ദൈവത്തോട് യാചിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Not just a child. ഒരു സാധാരണ ശിശുവിനെ നൽകണമെന്നല്ല അവൾ യാചിച്ചത്. That's why she brought forth the prophet of God. അതുകൊണ്ടാണ് അവൾ ദൈവത്തിന്റെ പ്രവാചകനെ ജന്മം നൽകിയത്. Yes, you will bring forth God's prophecies and God's prophets.
അതെ, നിങ്ങൾ ദൈവത്തിന്റെ പ്രവചനങ്ങൾക്കും അതുപോലെ തന്നെ പ്രവാചകന്മാർക്കും ജന്മം നൽകും. That is the mission of Jesus calls now. അതാകുന്നു ഇപ്പോൾ യേശു വിളിക്കുന്നു ശുശ്രൂഷയുടെ ദൗത്യം. The Lord told me it's no more going to be one brother Dinakaran, my son. ദൈവം എന്നോട് പറഞ്ഞു, എന്റെ മകനെ, ഇനി ഒരു ദിനകരനിലൂടെ മാത്രമല്ല യേശു വിളിക്കുന്ന ശുശ്രൂഷ നടക്കുവാൻ പോകുന്നത്. This he said in 2008 when I lost my father, brother Dinakaran. എനിക്ക് എന്റെ പിതാവ് സഹോദരൻ ദിനകരനെ നഷ്ടപ്പെട്ടപ്പോൾ 2008 ദൈവം എന്നോട് ഇത് പറഞ്ഞത്. He said, from now on I'll pour my spirit upon all flesh in the world. ദൈവം പറഞ്ഞു, ഇനി മുതൽ ലോകത്തിലെ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുവാൻ പോകുകയാണ്. And I'll give you the grace to walk in that power. ആ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഞാൻ നിനക്ക് ശക്തി നൽകുമെന്ന് ദൈവം പറഞ്ഞു. And I'm going to raise young people who will see ഞാൻ visions. യുവജനങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. അവർ ദർശനങ്ങൾ കാണും. And your sons and daughters, those who receive me as Lord for the first time in their generation, in their life, they will prophesy. ആദ്യമായി തങ്ങളുടെ ജീവിതത്തിലും തലമുറയിലും എന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച എന്റെ പുത്രന്മാരും പുത്രിമാരും തീർച്ചയായും പ്രവചിക്കുമെന്ന് ദൈവം പറഞ്ഞു. Every person who receives me as Lord through your ministry, I will make them prophesy also. നിന്റെ ശുശ്രൂഷയിലൂടെ എന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഓരോ വ്യക്തിയെയും ഞാൻ പ്രവചിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കും. Revelation 19:10 says, വെളിപ്പാട് 19:10 വ്യക്തമായി പറയുന്നു, the spirit of prophecy is the testimony of Jesus. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെയെന്ന് വചനം അവിടെ പറയുന്നു. So the ones whom I have brought to me through your ministry, they will testify about me everywhere with the prophetic power. ആകയാൽ നിന്റെ ശുശ്രൂഷയിലൂടെ ഞാൻ ആരെയെല്ലാം എന്നിലേക്ക് നയിക്കുന്നുവോ അവർ എല്ലായിടത്തും എന്നെക്കുറിച്ച് പ്രവചന ശക്തിയോടുകൂടി സാക്ഷ്യം പറയും. This is God's plan for the Jesus Calls ministry that he has given us. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന യേശു വിളിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. To raise Samuels as prophets who would anoint kings to build God's kingdom in the world in the days to വരും come. നാളുകളിൽ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനെ ശമൂവേലിനെ പോലെയുള്ള പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. Yes, you are standing with us to raise God's prophets who would raise God's kings to rule in righteousness in the world. ലോകത്തിൽ നീതിയോടെ ഭരണം നടത്തുന്നതിന് പ്രാപ്തരായ രാജാക്കന്മാരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. As a Jesus Calls partner, ഒരു യേശു വിളിക്കുന്നു പങ്കാളി എന്ന നിലയിൽ, as a Karunya partner, ഒരു കാരുണ്യ പങ്കാളി എന്ന നിലയിൽ, as a Sisha partner, അതുപോലെ ഒരു ശീർഷ പങ്കാളി എന്ന നിലയിൽ you are standing with us to raise prophets and apostles as Samuels who would anoint kings to bring righteousness in the ഭൂമിയിൽ world. നീതി സ്ഥാപിക്കുന്നതിന് പ്രാപ്തരായ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി ശമൂവേലിനെ പോലെയുള്ള പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. Spiritual prophets, ആത്മീയരായ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിനെ, prophets who would find solutions to human problems through Karunya. കാരുണ്യ മുഖാന്തരം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പ്രാപ്തരായ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. Caring for the poor little children, raising them up to be the prophets of God. അതുപോലെ പാവപ്പെട്ട കുട്ടികളെ പരിപാലിച്ച് അവരെ വാർത്തെടുത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാരായി എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. This through the ministry of Sisha. ശീഷ ശുശ്രൂഷയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. This is our mission. ഇതാകുന്നു ഞങ്ങളുടെ ദൗത്യം. And you are prophets of God, നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകന്മാരാകുന്നു. standing with us to raise prophets. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്നു. As God answered Hannah, ദൈവം ഹന്നയ്ക്ക് ഉത്തരം നൽകിയതുപോലെ God is answering you. ദൈവം നിങ്ങൾക്കും ഉത്തരം നൽകുകയാണ്. You will be blessed. നിങ്ങൾ അനുഗ്രഹീതരാകും. Your children will increase. നിങ്ങളുടെ മക്കൾ വർദ്ധിച്ചു പെരുകും. You will increase. നിങ്ങളും വർദ്ധിച്ചു പെരുകും. As it happened to Hannah. ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, Yes, the hand of God is coming upon you. അതെ, ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരികയാണ്.
May God's provisions and answers come upon you, whatever you have prayed for until now. നിങ്ങൾ നാളിതുവരെ എന്തെല്ലാം ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചിരിക്കുന്നുവോ അതിനുള്ള ഉത്തരങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. But you make a covenant to give back everything that the Lord gives to Him to serve the Lord. എന്നാൽ ദൈവം നൽകുന്ന സകല അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വേലയ്ക്കായി നിങ്ങൾ തിരികെ നൽകുമെന്നൊരു ഉടമ്പടിയിൽ നിങ്ങൾ ദൈവവുമായി ഏർപ്പെടുവിൻ. Scripture says, "As for me and my household, we will serve the Lord." തിരുവെഴുത്ത് പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Father, bless your children. പിതാവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. Let these promises be fulfilled in their lives. ഈ വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. Give them the grace to fulfill this covenant in your presence. അങ്ങയുടെ സന്നിധിയിൽ ഈ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ അവർക്കങ്ങ് കൃപ നൽകണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.